ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് രുചികരമായി നമുക്ക് ഇഡ്ഡലി, ദോശ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും വളരെ നല്ലതാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ സാമ്പാറോ ചട്നിയോ നമുക്ക് ഉണ്ടാക്കാനൊക്കെ സമയം നമുക്ക് കിട്ടിയില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ രുചികരമാണ്, സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുമന്നുള്ളിയാണ് കേട്ടോ, ചെറിയ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ലപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചതയ്ക്കാനേ പാടുള്ളൂ. ഇടികല്ലിലിട്ടൊന്ന് ചതയ്ക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് പതുക്കെ പതുക്കെ വിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ അരഞ്ഞു പോകരുത്. നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഞാൻ ഇടികല്ലിലിട്ടാണ് കേട്ടോ ചതച്ചത്. ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചതച്ച് കൊണ്ടുവന്നു. ഇങ്ങനെ ചതച്ചെടുത്തു. ചതച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ അധികം ചതയാത്തൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിന് ശേഷം ഒരു ടീസ്പൂണ് മുളക് പൊടി, ഉപ്പ് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. മുളക് പൊടിയും കൂടി ചേർത്താൽ ഉപ്പ് ചേർത്തപ്പോൾ ഉപ്പിൻ്റെ വെള്ളം കൊണ്ട് അത് അലിഞ്ഞ് കിട്ടി കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം മുളക് പൊടി ചേർത്ത് നല്ലപോലെ മുളക് പൊടിയും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. അതിന് ശേഷം ഒരു അര ടീസ്പൂണ് പുളിയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു 1/4 ടീസ്പൂണ് ജ്യൂസ്, പുളിയുടെ സാധാരണ സാമ്പാർ പുളിയൊക്കെ ഉണ്ടല്ലോ, ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂണ് പുളിയുടെ ജ്യൂസും കൂടി ചേർത്ത് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മുളകും പുളിയും എല്ലാം ആയില്ല. ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിയുടെ കൂടെ. കറിവേപ്പിലയും ഉള്ളിയും കൂടിയിട്ടാണ് നല്ലപോലെ ചതച്ചെടുത്തത്. അതിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം പുളി ചേർത്തു. എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം കുറച്ച് നല്ല പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെളിച്ചെണ്ണ ഇത്തിരി നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെളിച്ചെണ്ണയുടെ സ്വാദത്തിന് മുന്നിൽ നിൽക്കണം. നല്ലൊരു ടേബിൾ സ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചട്നിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശ കൂട്ടി കഴിക്കാനും ഇഡ്ഡലി കൂട്ടി കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. എളുപ്പം കഴിഞ്ഞു പണി. ഇനിയിപ്പോൾ ഒരു നേരം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇടികളിൽ ചതച്ചെടുത്ത് നമുക്ക് നല്ലൊരു ചട്നി ഉണ്ടാക്കാമല്ലോ, നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാമല്ലോ ദോശയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.